ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുദേ നമ്മുടെ അനിയെ വിളിച്ചു വരുത്തിയിട്ട് പത്മ വീട്ടിൽ വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായെന്നും അവരെന്നെ മരുമകളായി സ്വീകരിക്കില്ലെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവർ വീട്ടിൽ വന്ന് സമ്മതം പറഞ്ഞു എന്ന കാര്യവും നമ്മുടെ നന്ദു പറയുക. അപ്പോൾ നവീൻ്റെ അമ്മ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സകല ദൈവങ്ങൾക്കും നേർച്ചയും വഴിപാട് നടത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനി. പക്ഷേ ആ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കില്ലടാ. അപ്പോൾ അവൻ പറയുന്നത് സൗഹൃദങ്ങൾക്ക് അവൻ വലിയ വില കൊടുക്കുന്ന ആളാണെന്നാണെന്നും അങ്ങനെയായിരുന്നെങ്കിൽ അവൻ അറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത്. എന്നിട്ട് പിന്നെ അവനെന്താ നിന്നെ ഒഴിവാക്കാതിരുന്നതെന്നൊക്കെ അനി ചോദിക്കാം. അപ്പോൾ അത് നിൻ്റെ കുഴപ്പം കൊണ്ടാടാ. നവീനേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ നീ അത് പറയണമായിരുന്നു. അതിനേക്കാളും മുന്നേ നീ എന്നെ സ്നേഹിച്ചതാണെന്ന് അത് പറയാത്തത് ആരുടെ കുഴപ്പമാണെന്ന് നന്ദു ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം എന്നെ പിടിച്ചടക്കിയതുപോലെയാണ് നടക്കുന്നത്. അത് നിനക്കറിയാവോ? അവരെ ഒട്ടും പ്രതീക്ഷിച്ചല്ലടാ നരസിംഹ സാറിൻ്റെ മരുമകളും കൂടി വീട്ടിലോട്ട് കയറി വരുമെന്നും കല്യാണത്തിന് സമ്മതമാണെന്ന് പറയുമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇനി നിൻ്റെ മനസ്സിൽ അങ്ങോട്ടൊരു ചായ്വുണ്ടോ എന്ന് അനി ചോദിച്ചു. എന്ന് വെച്ചാൽ അല്ല, നവീൻ്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ അതുപോലെ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപോലെ ചിന്തിക്കുമ്പോൾ നിൻ്റെ മനസ്സും അങ്ങോട്ട് ചാഞ്ഞോന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ഇങ്ങനെ അനി. അതേടാ, ഞാൻ ശരിക്കും അങ്ങോട്ട് ചാഞ്ഞു പോയേക്കുക. ഏത് നിമിഷവും ഞാൻ ഒടിഞ്ഞു വീഴുമെന്ന് നന്ദു. ദേ നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഞാൻ എന്തൊരു അടിയടി നീ അടിക്കുന്നേ. അടിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടതെന്ന് നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു. എടാ, നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലോ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലോ ഈ ബന്ധം പെട്ടെന്നൊന്നും വേണ്ടാന്ന് ഞാൻ പറയില്ലായിരുന്നു എന്ന് നമ്മുടെ നന്ദു പറയുക. പക്ഷേ ആദ്യമായിട്ട് മനസ്സിനകത്ത് കയറ്റിയത് നിന്നെയായി പോയി എന്ന് നന്ദു. അതിനെ എടുത്ത് മാറ്റാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്നും. അപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം, ഒരു സന്തോഷം. അനി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഞാനിനി എന്താ ചെയ്യുന്നത്? നിൻ്റെ മനസ്സും നിൻ്റെ സ്നേഹവും കണ്ടില്ല എന്ന് നടിച്ച് നവീനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അവനെ സന്തോഷിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം എന്തായാലും ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കാതെ നമുക്കൊന്നിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് നന്ദു. ഇത് കേട്ടപ്പോൾ നവീനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവന് മനസ്സിലാകും. പക്ഷേ ഇതവൻ്റെ ലൈഫിൻ്റെ കാര്യമായിപ്പോയി. എനിക്കറിയാം അവനെ. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിലും ഇതുവരെ അവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്നതേ നിന്നെയാണെന്ന കാര്യം പറയണം. അത് വലിയ പ്രശ്നം തന്നെയാണ് നന്ദു. കോടതിയിൽ നിന്നെ ജയിപ്പിച്ചതിന് ശേഷം നവീനേട്ടൻ പുറത്തിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാലേ എനിക്ക് ആ മനുഷ്യനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുകയാണ് ചെയ്തതെന്ന് നമ്മുടെ നന്ദു. നിന്നോട് ആ സമയത്തെ നല്ല ദേഷ്യം എനിക്ക് തോന്നിയെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവനിങ്ങനെ നോക്കുക. എനിക്കെന്തായാലും നവീനേട്ടൻ്റെ മുന്നിൽ പോയിട്ട് ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് നന്ദു പറഞ്ഞു. അപ്പം നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ നീ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് നന്ദു. ഇപ്പോൾ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു സുഹൃത്താണവൻ. അവനെ വേദനിപ്പിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും വിഷമമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ആകെ ഒരു സംശയം, കോടതിയിൽ അവൻ്റെ പെർഫോമൻസ് എന്നെക്കാളും കൂടുതൽ നീ നേരിട്ട് കണ്ടതാ. അത്രയും ബ്രില്യൻ്റായ ഒരുത്തന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഊഹിച്ചെടുത്തുകൂടെ എന്ന് ചോദിച്ചു. നമ്മൾ രണ്ടാളും വിഘ്നേഷിനെ രാകേഷിനെയും കൂട്ടി പൊന്മുടിക്ക് പോയതും അന്ന് അവൻ കൂടെ ഇല്ലായിരുന്നു. പക്ഷേ ആ സംഭവമൊക്കെ അവൻ്റെ ഉള്ളിലൊരു കരടായിട്ട് കിടക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ബുദ്ധിരാക്ഷസന്മാർക്കെല്ലാം തെറ്റുകൾ പറ്റുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണെന്ന് നമ്മുടെ നന്ദു നേരം പറഞ്ഞു. ഒരു പെൺകുട്ടിയെ അവർ സ്നേഹിച്ച് കഴിഞ്ഞാൽ ചില നേരങ്ങളിൽ അവർ കഴുതകളായി പോകും. സ്നേഹിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാനേ ഒരാണിനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞാൽ ശരിക്കും എൻ്റെ സമനില തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിന്നെ അനാമികയിൽ നിന്ന് വേർതിരിക്കുക മാത്രമല്ല നവീനേട്ടൻ ചെയ്തത്, നിൻ്റെ കുടുംബത്തെ മുഴുവനും അദ്ദേഹം രക്ഷിച്ചെടുത്തതാണെന്നും നന്ദു പറയുകയും ചെയ്തു. അങ്ങനെ ഒരാളോട് നമ്മളിപ്പോൾ കാണിക്കുന്നതേ ശരിക്കും പറഞ്ഞാൽ നന്ദികേടല്ലേടാ. എനിക്കറിയാടി അതൊക്കെ. അങ്ങനെ അതിനവൻ ആവശ്യപ്പെടുന്നത് എന്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിന്നെ ഒഴിച്ച് നിന്നെ വിട്ടുകൊടുത്തിട്ട് എനിക്ക് ഒരിക്കലും നന്ദി കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നവീനും നീയുമായിട്ടുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയെ ആലോചിക്കരുത് എന്ന്. നോക്ക്, നീ കൈവിട്ട് പോയാലും ശരി നിന്നെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് അനി പറയാം. നമ്മൾ പൊന്മുടിയിൽ പോയതുൾപ്പെടെ അതൊക്കെ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ നിന്നോട്ടെ എന്ന് പറയുമ്പം എൻ്റെ തീരുമാനവും അങ്ങനെയൊക്കെ തന്നെയാടാ. നിന്നെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ അതേപടി എൻ്റെ മനസ്സിലും ഉണ്ടാകുമെന്ന് നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു. അത് മതി, എനിക്കും ഇനി അങ്ങോട്ട് ജീവിക്കാനെന്നും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു.
അപ്പോൾ ദേ നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് അതിന് നിർബന്ധിച്ച് നന്ദുവിനെ വിളിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ഈ സമയത്ത് പിന്നെ നവ്യ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കും കേട്ടോ. ദേവയാനി ഇങ്ങനെ നവ്യെ തന്നെ നോക്കിയിരിക്കുക. നവ്യ അന്നേരം ദേവയാനി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ നവ്യ എന്നിട്ട് ദേവയാനിയെ മൈൻഡ് ചെയ്ത് അങ്ങ് പോകുമ്പോൾ നീ ഇതവിടെ പോയിട്ട് വരുമോ എന്ന് ചോദിച്ചു ദേവയാനിയെ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഈ അടുത്ത സമയത്ത് വരെ. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ വരാം, അതേപ്പറ്റി ആരോടും പറയാറില്ലല്ലോ ഇതുവരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയനെ ഇറങ്ങി വന്നു. അപ്പോൾ ഇന്ന് പറയാൻ കാരണമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുവാണ്. ചേച്ചി നവ്യനെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കണ്ടിരുന്നല്ലോ. എന്തിനാ ചേച്ചി നവ്യനെ കണ്ടത്? കണ്ട കാര്യം നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ കണ്ടതെന്നും അറിഞ്ഞു കാണുമല്ലോ. പിന്നെന്താ നീ എന്തിനാ നന്ദു അനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അവനോട് പറഞ്ഞത്? അപ്പോൾ ഇവൾ ആരോടും അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് ജലജ വന്നു. അപ്പോൾ നവീനോട് പറഞ്ഞു. അതും കൊള്ളാം. എന്തിനാടി അവനും അവളും തമ്മിലുള്ള കല്യാണം മുടക്കുന്നത് എന്ന് ജലജ ചോദിക്കുക. അവൾ ഇങ്ങോട്ട് വരുന്നതാണോ നിനക്കിഷ്ടം? അവൾ എങ്ങോട്ടും വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് നമ്മുടെ നവ്യ പറയുക. അവൾക്കൊരു നല്ല ബന്ധം കിട്ടാൻ പാടില്ല എന്ന് നവ്യ ഇങ്ങനെ ഇവരോട് പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ അന്തപ്പെട്ട് നോക്കി നിൽക്കുക. അതുപോലെയാ അവൾ എന്നെയും അഭിയൊക്കെ ദ്രോഹിച്ചത്. എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ജലജ. അതെന്താ നീ കുഴപ്പമില്ലെന്ന് പറഞ്ഞതെന്ന് ദേവയാനി ജലജയോട് ചോദിച്ചു. നവീനെ അങ്ങോട്ട് പോയ നന്ദമോളെ ആലോചിച്ചത്. പിന്നെ അവർ തമ്മിൽ ഒന്നിച്ച് നിനക്കെന്താടി പ്രോബ്ലം എന്ന് ദേവയാനി ജലജയോട് ചോദിക്കാം. അന്നേരം ഒന്നിക്കുന്നില്ലെങ്കിൽ അതൊന്നും വേണ്ട അമ്മേ. നവീൻ നന്ദുവിനെ വിട്ട് കളഞ്ഞ ഉറപ്പായിട്ടും നന്ദുവിന് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് നയന. പിന്നെ വരും എങ്കിലേ ജാനകി ഇവിടെ വിപ്ലവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ജലജ. ഇവളുടെ മനസ്സിലിരിപ്പേ ഇപ്പം ഇടത്തേക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ജലജ. ഇവളുടെ അച്ഛനും അമ്മയും ഇവളും കൂടെ ചേർന്നിട്ടുള്ള ഗൂഢാലോചന ഇതൊക്കെയെന്നും പറഞ്ഞ് ജലജ കിടന്ന് തുള്ളണു. എങ്ങനെയെങ്കിലും അനിയെത്തി ഇവിടെ കൊണ്ടുവരണം. അതിനെ ഞാനും എതിരൊന്നും അല്ലെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അനി എല്ലാവരുടെയും മുന്നിൽ നിന്നാണ് പറഞ്ഞത് അവന് നന്ദുവിനെ വേണമെന്ന്. അങ്ങനെയുള്ളപ്പോഴേ അവൾ തന്നെയല്ലേ ഈ വീടിൻ്റെ മരുമകളായിട്ട് കടന്നു വരേണ്ടത്. ഇവളും ഇവളുടെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഏട്ടത്തേക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? അതൊക്കെ ഏട്ടത്ര പെട്ടെന്ന് മറന്നുപോയോ? അത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയാണോ ഇങ്ങനൊരു ബന്ധമൊക്കെ ചെയ്തു വെക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് 3 ബന്ധം എടുത്തെന്ന് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം ഇപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ കുറവ് നമുക്കൊക്കെ നികത്താലോ ജലജ എന്ന് ദേവയാനി പറഞ്ഞു. അവൾ എങ്ങോട്ടും വരാൻ പോകുന്നില്ല, നവീൻ്റെ വീട്ടിലേക്കും പോകാൻ പോകുന്നില്ല എന്ന് നവ്യ. ചേച്ചി പറയുമ്പോഴേക്കും നവീൻ എല്ലാം അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പോവുകയാണോ ചോദിച്ചു. അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ്റെ അമ്മ വിശ്വസിച്ചോളൂ എന്ന് നവ്യ പറയാം. ഇപ്പം ഞാനൊരു ആദ്യ ചുവടെന്ന നിലയിൽ നവീനെ കണ്ടു. ഇനി അവൻ്റെ അമ്മയായിരിക്കും കാണാൻ പോകുന്നതെന്ന് നവ്യ പറയാം. അപ്പം കാണട്ടെ മോളെ, അങ്ങനെ ആ ബന്ധം മുടങ്ങട്ടെ. അപ്പം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പോയി കനകയും ഗോവിന്ദനെയും കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും. അതിനുവേണ്ടി അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് ജലജ പറയുമ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന കൂട്ടരൊന്നും അല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അനുകൂലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൂടെ തന്നെ നിൽക്കുമെന്ന് നമ്മുടെ നയന. കാരണം നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കെന്നും പറഞ്ഞു. അവനെ വേദനിപ്പിക്കാനേ ഞങ്ങൾക്ക് ആർക്കും തീരെ താല്പര്യമില്ലാന്ന്. ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് കലിയ വന്നിട്ട് ഒരു രക്ഷയില്ല. നയനെ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയം നീ ഇങ്ങനെ ചെയ്തതേ എൻ്റെ മോളോട് ചെയ്ത ദ്രോഹമാണെന്ന് ജലജ നവ്യോടും. നന്ദു നവീനും തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിലേ എൻ്റെ മോൾക്കും ചിലപ്പം അനിയെ കിട്ടിയില്ല എന്ന് വരുമെന്ന് നമുക്ക് ജലജ. അക്കാര്യത്തിലേ അനിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് ജലജ. അവനാണെങ്കിൽ അവന്തികയെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറത്തൊരു ബന്ധമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അവന്തികയ്ക്ക് വേണ്ടി വാദിക്കാൻ കഴിയില്ല എന്ന് ദേവയാനി പറഞ്ഞിട്ട് അതേസമയം അനി ഒരിക്കലും നന്ദുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന കാര്യവും പറഞ്ഞ് സഹി കേട്ടവനെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതിന് നമ്മളെല്ലാം കണക്കിലെടുത്തേ പറ്റുമെന്നും പറഞ്ഞു. ഇവിടെ എല്ലാവരും ഒന്നാ, ഞങ്ങൾ മാത്രം കുറേ വിഡ്ഢികളുണ്ട്, എല്ലാം കണ്ടും കേട്ടും നിൽക്കാൻ വിധിക്കപ്പെട്ട പാവകളെന്നും പറഞ്ഞ് ജലജ അവിടുന്ന് തുള്ളിക്കൊണ്ട് അവിടുന്ന് അങ്ങ് പോയി. ജലജ അവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയും ദേവയാനി മാത്രമായി അവിടെ. ശരിക്കും നിനക്ക് അവന്തിക അനിയും തമ്മിൽ ഒന്നിക്കുന്നതിൽ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു നവ്യ ദേവയാനിയോട്. എന്നാലും നന്ദുവിന് അനിയെ കിട്ടരുത്, എനിക്ക് അത്ര ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞിട്ട് അങ്ങ് പോവുക. പക്ഷെ ദേവയാനിക്ക് എന്തൊക്കെയോ സംശയം. ദേവയാനി എന്നിട്ട് ഇങ്ങനെ ശരിക്കും നോക്കുക കേട്ടോ. ഇവളുടെ മനസ്സിൽ എന്താണെന്ന് ആദർശം നയനെയും കണ്ടെത്തിക്കോളൂ എന്നും അവർക്ക് എന്തെങ്കിലും ഒരു കരട് കിട്ടിയാൽ മതി, പിന്നെ അതിൻ്റെ അവസാനം കണ്ടേ രണ്ടുപേരും അടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയത്ത് നമ്മുടെ നവീൻ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പം മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഭയങ്കര ചിരി. അപ്പോൾ എന്താണ് ഒരു സന്തോഷം എന്ന് ചോദിച്ചു കൊച്ചുമോൻ.
അപ്പോൾ നിൻ്റെ അച്ഛൻ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുൻപ് അവനൊരു മരുമോളെ കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് മുത്തശ്ശൻ പറയാം. അത് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴെന്തായാലും അതിനൊരു തീരുമാനമായെന്ന് പറഞ്ഞു. തീരുമാനമായോ? ഞാനും നിൻ്റെ അമ്മയും കൂടെ പോയി ഒരു പെണ്ണ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. നല്ല ബന്ധവാ, നീ ഒരിക്കലും ആ പെങ്കൊച്ചിന് വേണ്ടാന്ന് പറയില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിലുള്ള പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അവളെ ഇഷ്ടമല്ല എന്ന് അമ്മയും പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഇനി ഏത് പെൺകുട്ടി എനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നതെന്ന് നവീൻ ചോദിച്ചു. അപ്പോഴത്തേക്കും പത്മ ഇങ്ങനെ നിൽക്കാം. അമ്മയ്ക്ക് ഈ കാര്യത്തിൽ വാശിയുള്ളതുപോലെ തന്നെയാണ് എനിക്കിഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് നവീൻ പറയുമ്പോൾ അതെന്താ നീ കഴിക്കാത്തതെന്ന് ചോദിച്ചു അമ്മ മോനോട്. ഈ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത പെൺകുട്ടികളെയൊന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുതെന്നാണ് ആഗ്രഹമെന്ന് പത്മ. പക്ഷേ ഞങ്ങൾ പോയി കണ്ട പെൺകുട്ടിയെ നിനക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് ഞാൻ രണ്ടുപേരോടും പറഞ്ഞതല്ലേ, പിന്നെ എന്താ? ഇനിയിപ്പോൾ വേറൊരു പെണ്ണിനെ പോയി പെണ്ണ് കാണാനൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു നവീൻ നിൽക്കുമ്പം അതിന് നീ പെണ്ണ് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടു, ഏതാണ്ട് നിശ്ചയമൊക്കെ ഉറപ്പിക്കുകയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആരോട് ചോദിച്ചിട്ട് അമ്മയും മുത്തശ്ശനൊക്കെ നിശ്ചയം ഉറപ്പിച്ചതെന്ന് നവീൻ. എടാ, നിൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ പെൺകുട്ടിയെ പറ്റി ഞങ്ങൾ പറഞ്ഞു. നിൻ്റെ അമ്മയ്ക്ക് അവളെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിൻ്റെ അച്ഛൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ മോൻ്റെ കല്യാണം നടത്തണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ബന്ധം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞത്. എടാ, മുത്തശ്ശി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നോട് ചോദിക്കാതെ എന്തിനാ ബന്ധം പോയി ഫിക്സ് ചെയ്തത്? അപ്പം നിന്നോട് ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. അതുകൊണ്ട് കാരണം ഞങ്ങളെക്കാളും മുന്നേ നീ ആ ബന്ധം തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന് പത്മ. നല്ല കാര്യങ്ങൾ പറയുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ എടുത്തടിച്ചതുപോലെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ടെൻഷൻ നിനക്ക് തന്നതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴും നവീന് മനസ്സിലാവുന്നില്ല. നവീൻ ഇങ്ങനെ നോക്കാം. ഞങ്ങൾ പോയി കണ്ട പെൺകുട്ടി അത് വേറെ ആരും അല്ലടാ, നീ വേണമെന്ന് പറയുന്ന ആൾ തന്നെയാണെന്ന് പറഞ്ഞു. നവീൻ ഞെട്ടി. ഗോവിന്ദൻ്റെയും കനകയുടെയും മോളെയാണ് ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവീൻ്റെ ഉള്ള ജീവൻ പോയി. എന്താ, നിനക്കത് വിശ്വാസം ആയില്ലേ എന്ന് ചോദിച്ചു. കനകയെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇതിനു മുൻപ് വരെ എന്ന് പത്മ. അതുപോലെ തന്നെ ആയിരുന്നു അവളുടെ ഇളയ മകളെയും. പക്ഷേ ആ ദേഷ്യമൊക്കെ നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു എന്ന് പത്മ നവീനോട് പറയണം. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ നിൻ്റെ അച്ഛനും ഒരുപാട് നിർബന്ധിച്ചു. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ നിനക്ക് കല്യാണം കഴിച്ച് തരണമെന്നും എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. നവീനാണെങ്കിൽ ആകെ ശ്വാസം മുട്ടായി. നവീനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെകിളി പിടിച്ചതുപോലെ നടക്കുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. എടാ മോനെ, മൂർത്തിയുമായി ഒരു ബന്ധം കൂടാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലെ പെൺകുട്ടിയെ ആദ്യം നമ്മൾ ആലോചിച്ചത്. അത് പക്ഷേ നടന്നില്ല. പക്ഷേ നിനക്കിഷ്ടപ്പെട്ട നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അടുപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം പറയാം. കാരണം നന്ദുവിൻ്റെ 2 ചേച്ചിമാരാണ് അനന്തപുരിയിലെ മരുമക്കളായിട്ടുള്ളത്. അത് അകന്ന ബന്ധമൊന്നുമല്ല, വളരെ അടുത്ത ബന്ധമാണെന്ന് മുത്തശ്ശൻ പറയാം. അത് പിന്നെ സംഗതിയൊക്കെ ശരിയാണ്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അമ്മയുടെ ദേഷ്യമൊന്നും അവളോട് കാണിക്കരുതെന്ന് നവീൻ. അമ്മായിമ്മ പോയിരുന്നും കാണണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എടാ, നിൻ്റെ അമ്മ ആരുടെയോ ഭാഗ്യത്തിനാണ് ഈ ബന്ധത്തിന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവളുടെ മനസ്സു മാറിയ ഒരു സമയത്ത് പെട്ടെന്ന് കല്യാണം നടത്തുന്നതിന് പകരം എന്തിനാടാ നീ അതിനൊക്കെ മുടക്കം പറയുന്നേ? അല്ല, ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാ വശവും ചിന്തിക്കണമല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ ഈ കാര്യം നമ്മുടെ പറഞ്ഞപ്പോൾ ഒരു തരം ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുഖമെന്ന് പത്മ. അല്ലേ അച്ഛാ? അപ്പോൾ അതെ, അങ്ങനെ തന്നെയായിരുന്നു എന്ന് മുത്തശ്ശനും പറഞ്ഞു. അപ്പോഴേ നോക്ക്, കല്യാണ ചെറുക്കനാവാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു. നിശ്ചയം 1-2 ആഴ്ചയ്ക്കുള്ളിൽ നടത്താമെന്നും പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഈ നിശ്ചയമൊക്കെ ഒരു 6-7 മാസം കഴിഞ്ഞ് നടത്തിയാൽ മതിയെന്നും അതുപോലെ ഈ കല്യാണം അടുത്ത ചിങ്ങത്തിൽ നടത്തിയാൽ മതിയെന്നൊക്കെ പറയുമ്പം അച്ഛാ, ദേവൻ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചു പത്മ. ഇനി ഈ രീതിയിൽ സംസാരിച്ചാൽ നല്ല തല്ല് കിട്ടും കേട്ടോ നിനക്ക്. ഈ തിരുവോണത്തിന് എനിക്കൊരു മരുമോളുണ്ടെങ്കിൽ അടുത്ത തിരുവോണത്തിന് ആ മരുമകളുടെ കുഞ്ഞിലൊരു കയ്യിലൊരു കുഞ്ഞും വേണമെന്ന് പറഞ്ഞു. എനിക്കൊരു പേരക്കുട്ടിയെ ആളിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ നവീനൊരു വെളിച്ച ചിരിയും ചിരിച്ച് അകത്തേക്ക് കയറി പോവാം. അപ്പം നീ എന്താടോ ഒന്നും പറയാതെ അങ്ങ് പോണേ? ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അകത്തേക്ക് കയറിപ്പോയി. നവീൻ അകത്തേക്ക് പോയ സമയത്ത് പത്മ ഒന്ന് അച്ഛനോട്, എന്താ അച്ഛാ അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്?
അവൻ്റെ മുഖത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമില്ലല്ലോ. അപ്പം അതൊക്കെ അവൻ്റെ അഭിനയമായിരിക്കും. ഇപ്പം മുറിയിൽ ചെന്നിട്ട് അവൻ്റെ പ്രതിരൂപത്തെ നോക്കി ചിരിക്കുന്നുണ്ടാകുമെന്നും ആഹ്ലാദ പ്രകടനവും നടത്തുന്നുണ്ടായിരിക്കുമെന്നും മുത്തശ്ശൻ പറയാം. അവൻ്റെ കാര്യം നീ വിട്ടേക്ക്, നീ ഇനി ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് നിന്റെ തീരുമാനം മാറ്റാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്ന് നമ്മുടെ അനിയെ വിളിച്ചു. അപ്പോൾ എന്തിനാ മുത്തശ്ശനെ വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഗോവിന്ദൻ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി, വിഷമിച്ച് നിൽക്കുക. നവീൻ്റെ അമ്മയും നരസിംഹനും കൂടെ പോയി പെണ്ണ് ചോദിച്ചു എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു. അവർ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഞാനും നിൻ്റെ മുത്തശ്ശിയും കൂടിയും മുന്നിൽ നിന്ന് നന്ദുവിൻ്റെ നിശ്ചയവും കല്യാണമൊക്കെ നടത്തി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം നന്ദുവിൻ്റെ ഇഷ്ടം അറിയാതെയാ എല്ലാവരും ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മോനെ, സ്വന്തം മക്കളെ പറ്റി അവരുടെ അച്ഛനമ്മമാർക്ക് ചില ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ പെൺകുട്ടികളുടെ ഇഷ്ടത്തിനൊരു പ്രാധാന്യമില്ലേ? അത് ഇന്നത്തെ കാലത്തൊന്ന് അനി ചോദിക്കുമ്പം, എടാ മോനെ, നിൻ്റെ മനസ്സിന് നീ വ്യക്തമാക്കി കഴിഞ്ഞു. എൻ്റെ കൊച്ചുമക്കൾ ഒരു തരത്തിലും വിഷമിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിന്നെപ്പോലെ തന്നെയാണ് എനിക്ക് നവീനും. അവനിപ്പോൾ ഒരു തവണയല്ല 2 തവണയാണ് ഈ കുടുംബത്തിനുണ്ടാകേണ്ട നാണക്കേട് ഒഴിവാക്കി തന്നത്. നിൻ്റെ ഡിവോഴ്സ് കേസിൽ നവീൻ സ്വാർത്ഥത കാണിക്കുന്നു എന്ന് നീ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് നടന്നതാ. എന്നിട്ട് ശരിക്കും എന്താ സംഭവിച്ചത്? അവൻ നിസ്സാരമായിട്ട് ആ കേസ് നമുക്ക് അനുകൂലമാക്കി തന്നില്ലേന്ന് ചോദിച്ചു. നഷ്ടപരിഹാരം പോലും കൊടുക്കേണ്ടതായിട്ട് വന്നില്ലല്ലോ. അവൻ വക്കീൽ ഫീസും വാങ്ങിയില്ല. അങ്ങനെ ഒരു പയ്യനെ എങ്ങനെയാണ് മോനെ നമ്മൾ വേദനിപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളെയും ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കനകയും ഗോവിന്ദനെയും വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു നിർത്താം. പക്ഷേ നരസിംഹൻ എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം മുത്തശ്ശൻ പറയാം. കാരണവരായിട്ട് ഇനി നടക്കാൻ പോകുന്ന ചടങ്ങുകളിലൊക്കെ നമ്മൾ തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞ കാര്യവും മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നതേ നന്ദുവിനെ നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് അമ്മോനെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സങ്കടത്തോടെ അനിയോട് പറയുക. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള തടസ്സങ്ങളൊക്കെ കയറി വരുന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ മുത്തശ്ശി എന്നും പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ സങ്കടത്തോടെ. പക്ഷെ നന്ദുവിന് പകരം മറ്റൊരു പെൺകുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എന്നോട് ദയവ് ചെയ്ത് നിങ്ങളാരും പറയരുത്, അതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞു. അപ്പം നീ ഞങ്ങളെ വല്ലാത്തൊരു വിഷമസന്ധിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയെന്ന് പറഞ്ഞപ്പം ഞാൻ അതിനേക്കാളും വിഷമിക്കുന്നുണ്ട് മുത്തശ്ശ. എനിക്ക് നവീൻ കുടുംബ കോടതിയിൽ എന്നോട് കാണിച്ച ഒരു ആത്മാർത്ഥത എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല. ആ ഒരു ദിവസം കോടതിയിൽ നന്ദു ഉണ്ടായിരുന്നു. പിന്നെ നന്ദുവിന് അവൻ വാക്ക് കൊടുത്തതാണ് ഞാനും അനാമികയും തമ്മിലുള്ള ബന്ധം അത് വേർപെടുത്തി എടുക്കുമെന്നുള്ളത്. അവൾക്ക് കൊടുത്ത വാക്കാ അവനോടെ പാലിച്ചത്. അപ്പം എന്നൊന്നും നീ പറയാൻ നിൽക്കരുത് മോനെ, നിനക്കും അവൻ വാക്ക് തന്നതല്ലേ. അതുമാത്രമല്ല, ഞാൻ നരസിംഹനെ വിളിച്ചായിരുന്നല്ലോ, അപ്പോൾ അയാളും എന്നോട് പറഞ്ഞതാ നവീൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്നുള്ള കാര്യം. പറഞ്ഞ വാക്ക് അവരൊക്കെ പാലിക്കുമ്പോൾ നമ്മൾ എന്താ മോനെ ചെയ്യേണ്ടത് എന്നും ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നീ ആഗ്രഹിച്ച പെൺകുട്ടിയെ തന്നെ നിനക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ് മോനെ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇവിടെ നിൻ്റെ അമ്മ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് എതിരായിട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതിൻ്റെ കൂടെയാണ് നവീൻ ഇപ്പോൾ നന്ദുവിനെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ എന്ത് തീരുമാനം എടുക്കും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോയി. അതിനുശേഷം പിന്നെ നമ്മുടെ ആദർശും നയനയും കൂടി കൂട്ടുകാരനെ കാണാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ചെന്ന് ഇരിക്കുന്നും പറഞ്ഞ് വലിയ കാര്യമായിട്ട് അവിടെ വിളിച്ചിരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ വന്നിരിക്കുക. ആ സമയത്ത് സേവിയർ നിങ്ങളുടെ സംശയം ഒക്കെ ശരിയായിരുന്നു കേട്ടോ, നമിതയുടെ ഫോണിലേക്ക് ഒരുപാട് തവണ നവ്യ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർ പറയാം. അത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി. എന്ന് മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജും അയച്ചിട്ടുണ്ട്. അതിൽ ചില മെസ്സേജുകൾ ഞാൻ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്ന് സേവിയർ പറയാം. ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് ഇവരെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവരിതെല്ലാം നോക്കുവാണ്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മെസ്സേജുകളാണ് മുഴുവനും കിടക്കുന്നത്. നവ്യയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പം അപ്പം ഞങ്ങളുടെ സംശയം ശരിയായിരുന്നല്ലേ എന്ന് ചോദിച്ചു ആദർശ്. അതെ, വളരെ ബുദ്ധിപരമായി നവ്യ ഇവിടെ ആദർശ് സാറിൻ്റെ അന്യനെ സ്നേഹിച്ചും നിങ്ങളെയൊക്കെ വെറുത്തും അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം സേവിയർ പറയുന്നത് കേട്ട് ഇവരന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.